ഞാനിത് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. മദ്രസ ഇട്ട് വരുന്ന ഇത് മൂനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൊക്കനെ കെട്ടി വലിയ കുപ്പായ കെട്ടി വരുമ്പോൾ അവൾ വലിയ കുട്ടിയായ പോലെ തോന്നുക കേട്ടോ. ഇനിയിപ്പോൾ മദ്രസയിൽ പർദ്ദ സ്ട്രിക്റ്റ് ആക്കാൻ പോവാണ് അത്രേ. അതും കൂടി ഇടുമ്പോൾ ഇനിയിപ്പോൾ എന്താണാവോ അവസ്ഥ. അതുവരെ ഇപ്പോൾ ഇതുപോലെ മൊക്കനെയൊക്കെ ഇട്ട് സാധാ ടോപ്പൊക്കെ ഇട്ട് നടന്നാൽ മതി. അപ്പോൾ ഇന്നാണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഇന്ന് ഇത് നീനുട്ടിനായിട്ട് ഇങ്ങനെ സൊള്ളി അതും ഇതും പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ വന്ന് ഇതും വന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് എത്തിയത്. ഇന്ന് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചാക്കരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചാക്കരി പത്തിരിയും മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഞാനിങ്ങനെ നൈസാക്കിയിട്ട് കുരുങ്ങിനെ അങ്ങനെ അരിഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇനി അടുപ്പത്തൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അരിയൊക്കെ പൊടിച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ചാക്കരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പൊതിർന്ന് നിൽക്കുന്നുണ്ട്. രാവിലെ കിച്ചണിക്ക് വന്ന പാടെ അതങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ചട്ടിലിട്ട് പോയാണ് ഞാൻ ഓർമ്മ വന്നത് അല്ല മുട്ട പുഴുങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വേഗത ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയുടെ വാട്ടാൻ വെച്ചിട്ട് വേഗം 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണല്ലോ, അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ അടുപ്പത്ത് വെച്ച് നമ്മൾക്ക് ഇനി പത്തിരിയും കൂടി ചുട്ടെടുക്കണം. അപ്പോൾ പുള്ളിക്കറി അവിടെ അങ്ങനെ വാടുന്ന നേരം ഞാൻ എന്താ പറയുക അരി പൊടിച്ചെടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങയും ചുടുവെള്ളം തേങ്ങയും പിന്നെ നല്ല ജീരകം ഇട്ടിട്ട് ചുടുവെള്ളമൊക്കെ പാർന്നിട്ട് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറുന്നത് വരെ അപ്പോക്കിനും എന്തായി നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ഓരോന്നോരോന്നാക്കി ചുട്ടെടുക്കുക. അപ്പോൾ ചുട്ടാൻ ഈ സമയം നല്ല ലേറ്റ് ആയത് കാരണം ഞാൻ 2 ചട്ടിയിൽ ഇപ്പുറത്തും വെച്ചിട്ട് ദരിദ്രാനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും വേണമെങ്കിൽ സൈക്കിൾ ഓട്ടാൻ പോയതായിരുന്നു. ഫുഡാകുമ്പോൾ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റത്തെ പത്തിരി എനിക്ക് വേണമെന്നാണ് ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾക്ക് ഇന്ന് 2ാമത്തെ പത്തിരി കിട്ടിയ കാരണം ഫസ്റ്റ് പത്തിരി ഈ നീന് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം വേഗം പിന്നെ അവൾ സൈക്കിൾ ഓട്ടാൻ പോയിട്ടുണ്ട്. ഞാൻ എന്താ ചായയൊക്കെ റെഡിയായി വന്നപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിപ്പും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒറ്റയ്ക്ക് ചായ കുടിച്ച് കിച്ചണിലേക്ക് വീണ്ടും നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോയപ്പോൾ വിടുന്നത് ഭയങ്കര ബഹളട്ടോടെ. നിങ്ങളെ വന്ന് നോക്കിയപ്പോൾ ഇതും ഈ സൈക്കിൾ മേൽ ഇങ്ങനെ തെണ്ടി നടക്കുന്ന കാരണം ഇവിടുന്നോ കുറച്ച് പച്ചമാങ്ങ കിട്ടുക, അതും കൊണ്ട് വന്ന് ഉപ്പിലിട്ട് തിന്നാണ്. നമ്മളിങ്ങനെ കുറേ കുട്ടിക്കാലത്തൊക്കെ ചെയ്തതല്ലേ അല്ലേ. അപ്പോൾ എനിക്കിതാ ഈ ഒരു പീസ് മാത്രമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു.